ഇന്തിഫാദ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് ഇട്ട പേരാ. അതിപ്പോൾ VC വിലക്കി, നന്നായി വിലക്കിയത്. ചിലരൊക്കെ ചിലയിടങ്ങളിൽ ഇരുന്ന് ഇന്തിഫാദ എന്നിട്ടാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്തരം ചില ഉഡായിപ്പ് പരിപാടികളുടെ വികാരം സൃഷ്ടിച്ച് ഞങ്ങളൊക്കെയും മുസ്ലിം സമുദായത്തിൻ്റെ എന്തോ ആരൊക്കെയോ ആണെന്ന് വരുത്തി തീർത്ത് മുസ്ലിം സമുദായത്തിന് വീണ്ടും അടി വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടേ ഞാനിതിനെ കാണൂ. വർത്തമാനകാല സാഹചര്യങ്ങളും രാജ്യത്തിൻ്റെയും നാടിൻ്റെയും ഓരോ പ്രദേശത്തിൻ്റെയും സ്ഥിതി മനസ്സിലാക്കുമ്പോൾ വെറുതെ ഒരു കമ്മ്യൂണിറ്റിയെ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് അപവാദങ്ങൾ വാരി നിറയ്ക്കുന്നവരെ ഇനി ഇതുപോലെ പേരുകൂടിയിട്ട് ഇങ്ങനെ ആക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അത് മാറ്റിയ VCയോടൊപ്പമാണ് ഞാനുള്ളത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇപ്പോൾ വേണ്ടതെന്തെന്നറിയുമോ? അപമാനമില്ലാതെ, ആരാലും അപമാനിക്കപ്പെടാതെ അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അവരുടെ മേൽ അനാവശ്യങ്ങളും അതുപോലെയുള്ള സംഗതികളും പ്രചരിപ്പിക്കാതിരിക്കുക. ഇനി യഥാർത്ഥമായുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ശിക്ഷിക്കുക. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. മുസ്ലിം സമുദായം കാലങ്ങളായി അനുഭവിക്കുന്നത് മുഴുവൻ അവരെ നന്നാക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കുറേ ആളുകൾ സൃഷ്ടിക്കുന്ന അനാവശ്യമായ ചീത്തപ്പേരുകളാണെന്നുള്ളതാണ് ഒരു സത്യം. അതിന് മുഴുവൻ വില കൊടുക്കേണ്ടി വരുന്നത് ഒരു സമൂഹവുമാണ്. ബീഫ് നിരോധനം വന്നപ്പോൾ, രാജ്യത്തൊട്ടാകെ പ്രശ്നമുണ്ടായപ്പോൾ അവിടെയെങ്ങും പോയി ബീഫ് വെക്കാൻ ഒരുത്തനെയും കണ്ടില്ല. കേരളത്തിൽ എല്ലാ ജംഗ്ഷനുകളിലും ബീഫ് വെക്കുന്നു, വിളമ്പുന്നു. അപ്പോഴേക്ക് മുസ്ലിം സമുദായം ആകെ വികാരം കൊണ്ട് ബീഫ് വെക്കുന്നവരുടെ കൂടെയെല്ലാം ഞങ്ങളിതാ പോയി, ഞങ്ങളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് പറയുന്ന യാതൊരു യുക്തിയുമില്ലാത്ത തികച്ചും വൈകാരികമായ നിലപാടുകളാണ് ഈ സമൂഹം എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമുദായം എടുക്കേണ്ടത് ഇതിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, നിയമവും നീതിയും ലഭിക്കുന്നതിൽ എന്തെങ്കിലും ഇരട്ടത്താപ്പുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുക അടക്കമുള്ള ഒരു സമൂഹത്തിൽ അന്തസ്സോടെ സ്വത്വബോധത്തോടെ ജീവിക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങൾക്കെതിരെയാണ് ഒരു സമുദായം ശബ്ദമുയർത്തേണ്ടത്. അല്ലാതെ കേവലം പേരുകളിലല്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു കലോത്സവത്തിൻ്റെ തലക്കെട്ട് ഇന്തിഫാദ എന്ന് പറഞ്ഞിടുമ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്താ ഗുണം? ഇന്തിഫാദ പുഴുങ്ങി തിന്നാൻ ഒക്കുമോ? അങ്ങനെ എഴുതുന്നതുകൊണ്ട് വികാരം വരുമോ? അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് രതിമൂർച്ച സംഭവിക്കുമോ? ഒരു കുന്തോ ഇല്ല. വെറുതെ അങ്ങനെ എഴുതിയിട്ട് ആളുകളെ കൊണ്ട് പറയിക്കുക ഇതെല്ലാം ജിഹാദികളുടെ പണിയാണ്, ജിഹാദികളുടെ പണിയാണ്. കലോത്സവവും ഇസ്ലാമുമായി എന്താ ബന്ധം? അല്ലെങ്കിൽ അതിന് സവിശേഷമായ വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയും അല്ലെങ്കിൽ തന്നെ അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരെ പിടിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവരുടെ പുറകിലത്തെ തുണി മേളിലേക്ക് പൊക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് അടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇത്തരം വികാരങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ചിലരൊക്കെ ഈ പ്രവാസി ലോകത്തൊക്കെ നിന്ന് ചില ബുദ്ധിജീവികൾ എഴുതി വിടുന്നുണ്ട്, അങ്ങനെ ഇന്തിഫാദ എന്നിട്ടാൽ എന്താണ് കുഴപ്പം? അത് അറബിൻ്റെ മലയാളമല്ലേ, മലയാളത്തിൻ്റെ അറബല്ലേ? ഇവിടെ അറബിൻ്റെ മലയാളവും മലയാളത്തിൻ്റെ അറബും അല്ല പ്രശ്നം. ഇവിടെ വർത്തമാനകാല സമൂഹത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ച് കാലത്തെ വായിച്ചെടുക്കാനും നീതിബോധത്തോടെ ചിന്തിക്കാനും കഴിയുക എന്നുള്ളതാണ്. അവിടെ ഒരു സമൂഹം നിലനിൽക്കാനും അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനും വേണ്ടിയുള്ള ഒരു മാർഗവും ഒരു പാതയും ഒരുക്കലാണ്, അല്ലാതെ ഇന്തിഫാദ പുഴുങ്ങിത്തിന്നലല്ല. അതുകൊണ്ട് അത് റദ്ദാക്കി ഒരു സമുദായത്തെ രക്ഷപ്പെടുത്തിയതിന് ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ VCയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുകൊണ്ട് വികാരം വേണ്ടവർ അവരവരുടെ മക്കൾക്ക് ഈ പേരിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ ഇത് എഴുതി വെച്ച് വായിച്ച് ഭാര്യയും മക്കളും എല്ലാം കൂടി ആസ്വാദനം കൊള്ളുക, ആവേശം കൊള്ളുക. അതാണ് വേണ്ടത്.